60 വയസ്സ് 55 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിലേക്കുള്ള യാത്രയെ സജീവമാക്കണം. ആഖിറത്തിനുള്ള യാത്ര സജീവമാക്കിക്കൊണ്ടേയിരിക്കണം. പടച്ചറബ്ബ് 60 വരെയും ജീവൻ നൽകിയത് അവന്റെ ഔദാര്യമാണെന്ന ബോധത്തിലേക്ക് ഉയരണം. ഇനിയുള്ളതൊക്കെ ശരിക്കും നമുക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഓഫറാണെന്ന ബോധം വേണം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മുപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരനാവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായ ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാവരും നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം. എന്താ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം? നമ്മളെന്താ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യം? ചിരിപ്പിക്കാനും തോന്നിവാസം പഠിപ്പിക്കാനും വേണ്ടി മാത്രം നമ്മുടെ നാട്ടുകാരാവുന്ന 2 കോമാളിമാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവർക്ക് ഫാൻസ് ഇട്ട് ഇൻസൈഡും ചെയ്തിട്ട് കള്ളപ്പുതിയ സൈനനെ കാണാൻ പോയാൽ മതി. പക്ഷെ പോണത് അങ്ങനെയല്ല. നീളം കുപ്പായിട്ട് തൊപ്പിയൊക്കെ ധരിച്ച് കള്ളിത്തുണക്കെട്ട് നമ്മുടെ ഒരു ഇസ്ലാമിന്റെ ചിഹ്നം നിലനിർത്തിക്കൊണ്ട്. എന്ത് കാര്യത്തിനത്? ഈ തൊപ്പി തലകെട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. ബോധപൂർവ്വം പരിഹസിച്ചാൽ ചിലപ്പോൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. കാരണം അറിയപ്പെട്ട ഇസ്ലാമിന്റെ സിമ്പലാണത്. അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. അതുകൊണ്ടല്ലേ ദുരവസ്ഥയിൽ ആശാൻ പറയുന്നത് എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കുന്ന ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ. എന്താ അദ്ദേഹം പറഞ്ഞിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുക എന്ന് പറയാത്തെ? എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാൻ ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ. എങ്ങനെയാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ കൂടിയതെന്ന് വർണ്ണിക്കുമ്പോൾ ദുരവസ്ഥയിൽ ആശാൻ പാടുന്നത് ഇങ്ങനെയാണ്: എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ ഭ്രമണം വരുമ്പോ, ഉന്നത കുലജാതം വരുമ്പോ എന്ന് അവരുടെ ചിങ്കടികൾ കൂവി മുന്നിലൂടെ നടക്കുമ്പോൾ ആ പരിസരത്തൊന്നും നിൽക്കാൻ പാടില്ല. എവിടെയോ പോയി ഒളിച്ചു നിൽക്കണം. കാണുന്നത് അയിത്തമാണ്. അവർ നടക്കുന്നിടത്തൂടെ നടന്നാൽ ഈ ബ്രാഹ്മണൻ അശുദ്ധനായി പോകും. അവരുടെ പെണ്ണുങ്ങളെ മാത്രമേ അവർക്ക് അയിത്തമില്ലാത്തതുണ്ടായിരുന്നുള്ളൂ. കേരളത്തിന്റെ ആദ്യകാല ജാതീയ വ്യവസ്ഥയെ കുറിച്ചൊക്കെ പഠിച്ചവരുണ്ടാകും. ഈ വ്യവസ്ഥയെ കുറിച്ച് ആശാൻ പറയുമ്പോൾ എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചറമൻ പോയി ഷഹാദത്ത് ചെല്ലിയാലെന്നല്ല, അത് പറഞ്ഞാൽ മതി. അതേ അർത്ഥത്തിന് അദ്ദേഹം പ്രയോഗിക്കുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ്. ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാൻ ഒട്ടും പേടിക്കേണ്ട തമ്പുരാനെ. തൊപ്പി ഇസ്ലാമിന്റെ ഒരു സിമ്പലാണ്. അതിനെ പരിഹസിച്ച്, വാങ്ങിനെ പരിഹസിച്ച്, പള്ളിയെ പരിഹസിച്ച് മുനാഫിഖിന്റെ എല്ലാ ലക്ഷണവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക സമൂഹം. ചിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റസൂൽ ചിരിയെ കുറിച്ച് എന്താ പറഞ്ഞേ? അവിടുന്ന് സഹാബാ കിറാമിനോട് അർദ്ധമായ ഒരു സന്ദർഭത്തിൽ എല്ലാവരുടെയും ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു നേരത്ത് പറഞ്ഞു: ലൗ തഅലമൂന മാ അഅലം, എനിക്കറിയാവുന്ന ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ, ലൗ തഅലമൂന മാ അഅലം, എനിക്കറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായാൽ, ലളഹിഖ്തും ഖലീല, കുറച്ചേ ചിരിക്കൂ, വല ബഖീതും കസീറ, ധാരാളം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ ഹദീസ് കേൾക്കുന്നു സഹാബാ കിറാം. വഖത്ത സഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുജൂഹും, അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യഗണങ്ങൾ സഹാബാ കിറാം അവരുടെ മുഖം പൊത്തി വലഹും ഹനീൻ, അവർ തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു.